സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ആര്? വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ പെട്രോ അൽവാരിസ് കപ്രാൾ ആണ്. പെട്രോ അൽവാരിസ് കപ്രാൾ. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇത് ബീഹാറിലെ നീലം കർഷകരുടെ സമരമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകി. ക്ഷാമകാലത്ത് നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കർഷകരുടെ സത്യാഗ്രഹമായിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം. ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1-4. ഇത് ബീഹാറിലെ നീലം കർഷകരുടെ സമരമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ചമ്പാരൻ സമരമാണ്. ഇത് സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകിയെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ക്ഷാമകാലത്ത് നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കർഷകരുടെ സത്യാഗ്രഹമായിരുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് ആര്? നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് മൊണ്ടേസ്ക്യൂ ആണ്. മൊണ്ടേസ്ക്യൂ. നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് ആരാണ്? മൊണ്ടേസ്ക്യൂ. ഏതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവെയുണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്? ഏതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവെയുണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്? ഓപ്ഷൻ ബി ആണ്. സൈമൺ കമ്മീഷനാണ്. സൈമൺ കമ്മീഷനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ മരണം വരിച്ചതാരാണ്? ലാലാ ലജ്പത് റായ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ. കായൽ ടൂറിസത്തിലൂടെ പ്രസിദ്ധമായ വലിയ പറമ്പ ഏത് ജില്ലയിലാണ്? കായൽ ടൂറിസത്തിലൂടെ പ്രസിദ്ധമായ വലിയ പറമ്പ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ് കായൽ ടൂറിസത്തിലൂടെ പ്രസിദ്ധമായ വലിയ പറമ്പ. 281 ആൻഡ് ബിയോണ്ട് ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ്? 281 ആൻഡ് ബിയോണ്ട് എന്നത് ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. VVS ലക്ഷ്മൺ ആണ്. VVS ലക്ഷ്മണിൻ്റെ ആത്മകഥയുടെ പേരാണ് 281 ആൻഡ് ബിയോണ്ട് എന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം പുനലൂരാണ്. പുനലൂർ. ലോക റാബീസ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 28 സെപ്റ്റംബർ 28 ലോക റാബീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 28. തവളക്കണ്ണൻ എന്നത് ഏത് കാർഷിക വിളയുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്? തവളക്കണ്ണൻ എന്നത് ഏത് കാർഷിക വിളയുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്? നെല്ലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെല്ല്. അടുത്ത ചോദ്യം, ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ മൂലകം ഏതാണ്? ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ മൂലകം നിഹോണിയമാണ്. നിഹോണിയം. ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ മൂലകം നിഹോണിയം. നിഹോണിയം. അടുത്ത ചോദ്യം,
തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഏതിനം സസ്യചലനമാണ്? തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ താഴേക്ക് കൂമ്പുന്നത് ഏതിനം സസ്യചലനമാണ്? നാസ്തിക ചലനമാണ്. നാസ്തിക ചലനം. ഏത് കടലിന്റെ നീല നിറമാണ് CV രാമന് രാമൻ എഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത്? ഏത് കടലിന്റെ നീല നിറമാണ് CV രാമന് രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത്? മെഡിറ്ററേനിയൻ കടലിൻ്റെതാണ്. മെഡിറ്ററേനിയൻ കടൽ. താഴെ കൊടുത്തവയിൽ മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്ലൂവിയോമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്ലൂവിയോമീറ്റർ. താഴെ നൽകിയവയിൽ പ്രോട്ടോണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? പ്രോട്ടോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായത് തന്നിരിക്കുന്നു. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. പോസിറ്റീവ് ചാർജുള്ള കണമാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നു എന്നതാണ്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്, ശരിയാണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവാണ്, ശരിയാണ്. റൂദർഫോർഡ് ആണ് കണ്ടെത്തിയത്, ശരിയാണ്. അടുത്ത ചോദ്യം, സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗമേത്? സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗം സമുദ്രഭൂവൽക്കമാണ്. സമുദ്രഭൂവൽക്കം. സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗമേതാണ്? സമുദ്രഭൂവൽക്കം. 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി ഏതാണ്? 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി ഓപ്ഷൻ സി ആണ് ഉത്തരം. 5+3+3+4. 5+3+3+4. അടുത്ത ചോദ്യം, മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മയോപ്പിയ ബാധിക്കുന്നത് കണ്ണിനെയാണ്, കണ്ണ്. അടുത്ത ചോദ്യം, 1874 വള്ളത്തിൽ യാത്ര ചെയ്യവേ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1874 വള്ളത്തിൽ യാത്ര ചെയ്യവേ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. വിഷുവിനൊപ്പം ആഘോഷിക്കുന്ന പഞ്ചാബിലെ പ്രധാന കൊയ്ത്തുത്സവം? വിഷുവിനൊപ്പം ആഘോഷിക്കുന്ന പഞ്ചാബിലെ പ്രധാന കൊയ്ത്തുത്സവമാണ് വൈശാഖി. വൈശാഖി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി നീന്തൽ താരം? ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ. സെബാസ്റ്റ്യൻ സേവ്യർ. നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത്? നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗനിർണയത്തിനാണ് നേവ ടെസ്റ്റ്. ഏത് വർഷം നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്? മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1924 ആണ്. 1924. വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിലെത്തുന്ന ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന രോഗമേത്? വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിലെത്തുന്ന ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയേറിയ. ഓപ്ഷൻ എ ഡയേറിയ. ദേശീയ പത്രദിനം എന്ന് നാഷണൽ പ്രസ് ഡേ എന്നാണ്? നവംബർ 16 ആണ്. നവംബർ 16 ദേശീയ പത്രദിനം. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്.
ഇന്ത്യയുടെ 100ാമത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ 100ാമത്തെ ബഹിരാകാശ ദൗത്യം PSLV-C-21. PSLV-C-21. ഇന്ത്യയുടെ 100ാമത്തെ ബഹിരാകാശ ദൗത്യമാണ് PSLV-C-21. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ലോകസഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ലോകസഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കർ. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ് തന്നിരിക്കുന്നു. സൗരോർജം, തിരമാലകളിൽ നിന്നുള്ള ഊർജം, കൽക്കരി, ഭൂമിയിൽ നിന്നുള്ള താപം. പാരമ്പര്യേതരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കൽക്കരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൾബറി ഫോറസ്റ്റ് ഉള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൾബറി ഫോറസ്റ്റ് ഉള്ള സംസ്ഥാനം കർണാടകയാണ്. കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൾബറി ഫോറസ്റ്റ് ഉള്ള സംസ്ഥാനമാണ് കർണാടക. വന്ദേ മാതരത്തിന് ഈണം നൽകിയ വ്യക്തി ആര്? വന്ദേ മാതരത്തിന് ഈണം നൽകിയ വ്യക്തി ജാദുനാഥ് ഭട്ടാചാര്യ. ജാദുനാഥ് ഭട്ടാചാര്യ. പട്ടണം ഉദ്ഖനനം നടക്കുന്ന ജില്ല. പട്ടണം ഉദ്ഖനനം നടക്കുന്ന ജില്ല എറണാകുളം. എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ലെഡാണ്. ലെഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഭൂമിശാസ്ത്രം എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നുമാണ്? ഭൂമിശാസ്ത്രം എന്ന വാക്കിൻ്റെ ഉത്ഭവം ഗ്രീക്കാണ്. ഗ്രീക്ക്. ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് FC കോഹ്ലിയാണ്. FC കോഹ്ലി. ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് FC കോഹ്ലി. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക എന്നിവയാണ്. സേതു സമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലിടുക്കിലാണ്. തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. സേതു സമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ശ്രീലങ്ക. സേതു സമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലിടുക്കിലാണ്. തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് സേതു സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. സേതു സമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ഭാരതത്തിലെ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച മൻ കി ബാത്ത് പരിപാടി ആദ്യമായി പ്രക്ഷേപണം നടത്തിയത് എന്നാണ്? മൻ കി ബാത്ത് പരിപാടി ആദ്യമായിട്ട് പ്രക്ഷേപണം നടത്തിയത് 2014 ഒക്ടോബർ 3-നാണ്. 2014 ഒക്ടോബർ 3. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ടുതന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും. ആരുടെ വാക്കുകളാണിത്? എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ടുതന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും. ആരുടേതാണ് ഈ വാക്കുകൾ?
കഴ്സൺ പ്രഭുവിൻ്റേതാണ്. കഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബംഗാൾ വിഭജനം ശരിയായത് തന്നിരിക്കുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ വിലാപ ദിനമായാണ് ആചരിച്ചത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ശരിയാണ്. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പാക്കിയത്. ശരിയാണ്. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ വിലാപ ദിനമായിട്ടാണ് ആചരിച്ചത്. ശരിയാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ശരിയാണ്. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. ശരിയാണ്. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 ശരിയാണ്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ഗാന്ധിജിയാണ്. ശരിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി. അടുത്ത ചോദ്യം, ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ ഏതെല്ലാമാണ്? ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ാം സമ്മേളനം, 2ാം സമ്മേളനത്തിലും 3ാം സമ്മേളനത്തിലും 1, 2, 3 സമ്മേളനത്തിലും ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു എന്നിവർ പങ്കെടുത്തിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമാണ് മുൽശങ്കർ. മുൽശങ്കർ എന്നത് ആരുടെ യഥാർത്ഥ നാമമാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ജുനഗഡ് ആണ്. ജുനഗഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ പാർട്ട് 4A ആണ്. ഭാഗം 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മോക്ക് ടെസ്റ്റിലെ അവസാനത്തെ ചോദ്യമാണ്. മൗലിക കടമകളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. കടമകളെക്കുറിച്ച് ശരിയായത് തന്നിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. നിർദ്ദേശകൃത്യങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവ ആണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 മാത്രം ശരിയാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. ശരിയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. ശരിയാണ്.
നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവ അല്ല. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്